ഹായ് ഓൾ. അപ്പം ഞാൻ ഒത്തിരി നാളായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫാബ്രിക്കിൻ്റെ അവസാനം ഞാൻ തപ്പിപ്പിടിച്ചെത്തിയത് അൽമാര ബൈ പുൽമുട്ടിൽ സിൽക്സിലാണ് കൊച്ചിയിൽ. ഫാബ്രിക്കിൻ്റെ പേര് മൽച്ചന്തേരി. ഇപ്പം മിക്കവർക്കും അറിയായിരിക്കും, പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് അല്ല ഇത്. കൂടുതലും ഡിമാൻഡ് വരാനുള്ള മെയിൻ കാര്യം ഭയങ്കര കംഫർട്ടബിളുമാണ് ആ ഫാബ്രിക്. അതുപോലെ തന്നെ കണ്ടാൽ നമുക്കൊരു ലക്ഷറി എലഗൻ ലുക്കും തരും. അത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലായിടത്തൊന്നും കിട്ടത്തില്ല. എൻ്റെ ക്ലയൻസ് തന്നെ, എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് എവിടെ കിട്ടും എന്ന്. ഞാനിത് മുന്നേ ഒരു കഫ്താൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാവരും ചോദിക്കും. എനിക്ക് ആ ഫാബ്രിക് അന്ന് നോർത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറേ പേര് ഓൺലൈനായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ വരുമ്പോൾ അത് വലിയ ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറിൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അൽമാര ബൈ പുൽമുട്ടിൽ സിൽക്സിൽ പോയത്. പക്ഷേ പോയതിൽ എനിക്ക് ഒരു നഷ്ടബോധവും വന്നില്ല. ഞാൻ നല്ലതായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും വൈഡ് കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മിക്കതും പേസ്റ്റൽ ഷെയ്ഡ്സിൽ, ഓരോ ഷെയ്ഡ്സിലും ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ടുള്ള വർക്കും എംബ്രോയ്ഡറിയും എല്ലാം വരുന്ന പല ടൈപ്പ് ഫാബ്രിക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ മെറ്റീരിയൽ തപ്പി നടക്കുന്നവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ, എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസി ടു ക്യാരി ആണ്, ഈസി ടു ഹാൻഡിലാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു കാഷ്വൽ വെയർ ആയിട്ടും എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ അത് നമ്മൾ സിമ്പിൾ ഒരു ടോപ്പായിട്ട് ചെയ്താലും കഫ്താനായിട്ട് ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി പാറ്റേൺസ് ട്രൈ ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ് ഇത്. ഞാൻ മുന്നേ ഒരു മൽച്ചന്തേരി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഫ്താനാണ്. എനിക്ക് അതുപോലെ എൻക്വയറി വന്നിട്ടുള്ള ഒരെണ്ണമായിരുന്നു ഇത്.